ഡോജി എന്ന ബ്രാൻഡിന്റെ ഡോജി S200X എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി S200X എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് IP68-69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ MIL STD810H സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ റഗഡ് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഈ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10100 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.32 ഇഞ്ചിൻ്റെ ഒരു HD+ AMOLED ഡിസ്പ്ലേ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ക്യാമറ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ കോൾ വരുമ്പോഴൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചില നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 512 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു 20 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 32 GB റാമൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 100 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, 20 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് വലിയ യൂസ് ഒന്നും ഇല്ലാത്ത 2 MP മാക്രോ ലെൻസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 39,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. സെക്കൻഡറി ഡിസ്പ്ലേയും നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിലും പ്രോസസ്സർ അത്ര മികച്ചതല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഗോൾഡൻ ഗാർഡിയൻ, ഗ്രീൻ റേഞ്ചർ, അതുപോലെ തന്നെ ബ്ലാക്ക് സാമുറായി എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ തിക്നെസ് 16 mm ഒക്കെ വരുന്നുണ്ട്. വളരെ തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇതിൽ സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 39,000 രൂപ പ്രൈസിലേക്ക് നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. ഇതിനും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ പഞ്ചോൾ ഡിസൈനാണ് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ്. പക്ഷേ ബാക്കി രണ്ട് കാര്യങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ള കാര്യം ഒഴിച്ച് നിർത്തിയാൽ. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത് $459 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 39,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയും IP68-69 റേറ്റിംഗും പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്നൊക്കെ പറയേണ്ടി വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്, പക്ഷേ ചില ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം എനിക്ക് മെയിൻ വേണ്ട ഡിസ്പ്ലേയുടെ കാര്യത്തിലും പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഈ ഒരു ഫോണിൽ കോംപ്രമൈസ് വരുന്നുണ്ട്. ഇതുപോലുള്ളൊരു ഫോൺ ഞാൻ സെലക്ട് ചെയ്തോളണം എന്നില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.